നമുക്കേറെ ആശ്വാസമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മിൽ നിന്ന് മിസ്സായ ഈ പുഴയിൽ നഷ്ടപ്പെട്ട നമ്മുടെ ജുറൈജ്, എടക്കടപ്പുറത്തെ കമ്മുക്കാൻ്റെ അകത്ത് ജുറൈജിൻ്റെ മയ്യത്ത് തൃശ്ശൂർ ചാവക്കാടിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, അഴീക്കലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ അവിടെ പോയി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കമ്മക്കാൻ്റെ പുരക്കൽ ജുറൈജിൻ്റെ മയ്യത്താണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുകയാണ്. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ഏകദേശം 5 ദിവസമായി. 5 ദിവസത്തിനിടയിൽ ഇതിൻ്റെ തെരച്ചിലിന് വേണ്ടി നേതൃത്വം നൽകിയ ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളോടും താനൂർ നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ഫയർഫോഴ്സ്, NDRF, പരപ്പനങ്ങാടിയിലെയും താനൂരിലെയും ട്രോമ കെയർ യൂണിറ്റ്, താനൂരിലെ TDRF, അതിനേക്കാളേറെ എല്ലാം പണയം വെച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച മത്സ്യത്തൊഴിലാളികൾ, ഈ പ്രദേശത്തുള്ള മാലദ്വീപിലെ വലവീശൽ കൂട്ടായ്മ, ഈ പ്രദേശത്തെ നാട്ടുകാർ, എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ജില്ലാ കളക്ടർ, സബ് കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ, അതുപോലെ തഹസീൽദാർ, നമ്മുടെ വില്ലേജ് ഓഫീസർ, ആ സമയം മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്ത് നമ്മുടെ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും ഒരുക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേവി അവിടുന്ന് ഇന്ന് പുറപ്പെട്ടതായിരുന്നു. ഈ മയ്യത്ത് ബോഡി കണ്ടെത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങോട്ട് എത്താതിരുന്നത്. ഏതായാലും ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം അവരുടെ ആ കുടുംബത്തിനോടുള്ള അവരുടെ സങ്കടത്തിൽ ഉള്ളുരുകി ഞങ്ങളും അതോടൊപ്പം ചേരുകയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക.